ദ പോർട്രേറ്റ് മാസ്റ്റർ ഫോൺ വിവോ V30യുടെ അൺബോക്സിംഗ് ആൻഡ് ക്വിക്ക് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫോണ്, TPU കേസ്, ബുക്ക്ലെറ്റ്സ്, 80 വാട്ടിൻ്റെ ഒരു പവർ അഡാപ്റ്റർ, Type A to Type C USB കേബിൾ, പിന്നെ ഒരു സിം ഇജക്ടർ ടൂളും കൂടെ നമുക്ക് ഈ ഒരു ബോക്സിൽ കാണാൻ വേണ്ടി പറ്റും. ബോക്സ് അവിടെ മാറ്റി വെക്കാം. മെയിൻ പാർട്ടായിട്ടുള്ള ഫോണിലേക്ക് പോവാം. നമുക്ക് റാപ്പൊന്ന് ഫീൽ ചെയ്യാം. വാവ്, കൊള്ളാമല്ലേ? എൻ്റെ ഫേവററ്റ് കളറായ ഗ്രീനാണ്. ഡിസൈൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 3D കർവ്ഡ് സ്ക്രീനോട് കൂടിയിട്ടുള്ള വിവോയുടെ സ്ലിമ്മസ്റ്റ് ഫോൺ തന്നെയാണ് വിവോയുടെ V30. ഫോണൊന്ന് ബൂട്ട് ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്യാം. ലഷ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഫോണിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വോളിയം റോക്കസ് ബട്ടൺ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു പവർ ബട്ടൺ ഉണ്ട്. താഴത്ത് നോക്കുകയാണെങ്കിൽ സ്പീക്കർ ഗ്രിൽ ഉണ്ട്. പിന്നെ ചാർജിംഗ് പോർട്ട് ഉണ്ട്. സിം ട്രേയും കൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒന്നും തന്നെ ഇല്ല. നമുക്കിപ്പോൾ ടോപ്പിൽ നമുക്കൊരു സ്പീക്കർ ഗ്രില്ലും കൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 2 ക്യാമറ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഡ്യുവൽ 50 മെഗാ പിക്സൽ റിയർ ക്യാമറയാണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 50 മെഗാ പിക്സലിന്റെ OIS സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു ക്യാമറയാണ്. അടുത്തത് 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയാണ്. 50 മെഗാ പിക്സലിന്റെ ഓട്ടോ ഫോക്കസ് ഗ്രൂപ്പ് സെൽഫി ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറയായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫോണിലെടുത്ത കുറച്ച് സാമ്പിൾ ഫോട്ടോസ് ആണ്. ഇത് വിവോ V30യുടെ ബാക്ക് ക്യാമറയിൽ എടുക്കുന്ന വീഡിയോ ആണ്. ഇതിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ചെറിയ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇവിടെ നമുക്കൊരു വോയിസ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വോയിസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇത് വീഡിയോ ടെസ്റ്റ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ സെൽഫി വീഡിയോ ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. 4K 30 FPS-ലാണ്. ഇവിടെ നമുക്ക് വോയിസ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ട്. 4K ഫ്രണ്ടിലും ബാക്ക് സൈഡിലും 30 FPS മാത്രമേ ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഓറ ലൈറ്റ് പോർട്രേറ്റ് 3.0 ആണ് വിവോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് ജനറേഷനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഈ ഒരു ഓറ റിംഗിന്റെ ഷേപ്പ് മാറിയിട്ടുണ്ട്. ഈ ഒരു ഓറ ലൈറ്റിൽ നമുക്കിപ്പോൾ വാം അല്ലെങ്കിൽ ഡേ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നല്ല അടിപൊളി പോർട്രേറ്റ് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. 120 Hz സപ്പോർട്ടോട് കൂടിയിട്ടുള്ള 1.5Kയുടെ ആമുലോയ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഗെയിം കളിക്കുന്ന സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുമാത്രമല്ല നമ്മളിപ്പം മൾട്ടിമീഡിയ കൺസപ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആകുന്നതാണ്. സ്റ്റീരിയോ സ്പീക്കറാണ് ഈ ഒരു ഫോണിൽ വിവോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 512 GB ആണ് എൻ്റെ കയ്യിലിരിക്കുന്ന വെർഷന്. 256 GB ഒരു വെർഷനും കൂടെ അവൈലബിൾ ആണ്. റാം നോക്കുകയാണെങ്കിൽ 24 GB റാം സപ്പോർട്ടഡ് ആണ്. 12+12 GB, അതായത് 12 GB ഇന്റേണലും 12 GB എക്സ്പാൻഡബിൾ റാമും ഈ ഒരു ഫോണിൽ സപ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പം ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന സമയത്ത് നല്ലൊരു പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 പ്രോസറാണ് വിവോ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു പ്രോസർ തന്നെയാണ്. സോഫ്റ്റ്വെയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ FunTouch OS 14 ആണ്. ആൻഡ്രോയിഡ് 14ന്റെ സപ്പോർട്ടാണ് ഈ ഒരു ഫോണിൽ നമുക്ക് അവൈലബിൾ ആകുന്നത്. ഒരു ലാർജ് ബാറ്ററി തന്നെ വിവോ ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നുണ്ട്. 5000 mAh ആണ് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു നോർമൽ സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ ഒരു ഹോൾ ഡേ ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുമാത്രമല്ല 80 വാട്ടിന്റെ ഫ്ലാഷ് ചാർജ് സപ്പോർട്ടും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. വിവോ ഈ ഒരു ഫോണിന്റെ കൂടെ 80 വാട്ടിന്റെ ചാർജറും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 48 മിനിറ്റ്സിൽ നമുക്ക് ഈ ഒരു ഫോൺ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 3D കർവ്ഡ് സ്ക്രീനോട് കൂടിയിട്ടുള്ള ഒരു കട്ടിംഗ് എഡ്ജ് ബോഡി ഡിസൈനാണ് ഈ ഒരു ഫോണിന് വിവോ കൊടുത്തിരിക്കുന്നത്. 3 കളറുകളിലായിട്ടാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആകുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് ലഷ് ഗ്രീന്, നോബിൾ ബ്ലാക്ക്, അക്വാ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറും കൂടെ അവൈലബിൾ ആണ്. അക്വാ ബ്ലൂ കളർ നിങ്ങൾക്ക് noon.com എന്ന് മാത്രമേ വാങ്ങാൻ വേണ്ടി പറ്റത്തുള്ളൂ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഗ്രീൻ കളർ ഒരു കളർ ചേഞ്ചിങ് AG ഫ്ലൂറേറ്റ് ആണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ സൺലൈറ്റിലൊക്കെ വെച്ചാണെങ്കിൽ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു പോർട്രേറ്റ് മാസ്റ്റർ ആണ് ഈ ഒരു ഫോൺ. എല്ലാ ക്യാമറ സെൻസറും 50 മെഗാ പിക്സലിന്റെ സെൻസറാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫോണിനെ ദ പോർട്രേറ്റ് മാസ്റ്റർ ഫോൺ എന്ന് വിളിക്കുന്നത്. വീഡിയോയിൽ സൊല്യൂഷന്റെ കാര്യം
നോക്കുകയാണെങ്കിൽ 4K 30 FPS വരെ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 1080 60 FPS ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് 4K 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് മൈക്രോ മൂവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പൊ നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ബ്ലോഗൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറെ ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നമുക്കിപ്പോൾ ഫുഡ്, ട്രാവൽ, കാഷ്വൽ അങ്ങനെയുള്ള കുറെ ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടെംപ്ലേറ്റിന്റെ സഹായത്തോടുകൂടി നമുക്കിതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ആസ്ട്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ പ്രോ മോഡൽ സെലക്ട് ചെയ്താണെങ്കിൽ നമുക്കിപ്പോൾ ISO, ഷട്ടർ സ്പീഡ്, വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്തുകൊണ്ട് ഒരു DSLR ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഫോണിൽ റോ സപ്പോർട്ടും കൂടെ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ റോയിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എഡിറ്റിംഗ് ടൈമിലൊക്കെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നല്ല രീതിയിലുള്ള എഡിറ്റിംഗ് പോസിബിൾ ആണ്. ഈ ഫോൺ നിങ്ങളിപ്പോൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇതിന്റെ ക്യാമറ തന്നെയായിരിക്കും. ഒരു പോർട്രേറ്റ് മാസ്റ്റർ ഫോൺ എന്നാണ് ഈ ഒരു ഫോണിനെ വിവോ തന്നെ വിളിക്കുന്നത്. ഇനി ഒന്ന് ഗെയിം കളിച്ചു നോക്കാം. നമുക്ക് ഗെയിമിംഗിലും നല്ലൊരു പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോൺ തരുന്നുണ്ട്. ഫോണിന്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് എന്റെ കയ്യിലിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് വേരിയന്റ് ആണ്. നിങ്ങളൊരു സ്ലിം ബോഡി, ലാർജ് ബാറ്ററി ലൈഫോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ക്യാമറ സിസ്റ്റത്തോട് കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെയായാലും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് വിവോയുടെ V30. Vivo,